നമസ്കാരം. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക നൽകാൻ പർദ്ദ ധരിച്ചെത്തി സാന്ദ്ര തോമസിന്റെ പ്രതിഷേധം. സംഘടന പുരുഷന്മാരുടെ കുത്തകയാണെന്നും പോലീസ് കുറ്റപത്രം നൽകിയവരാണ് അധികാരത്തിലുള്ളതെന്നും സാന്ദ്ര ആരോപിച്ചു. മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവിടെ വരാൻ ഏറ്റവും യോജിച്ച വസ്ത്രം ഇതാണെന്നായിരുന്നു സാന്ദ്ര തോമസിന്റെ പ്രതികരണം. പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് തീരുമാനമെന്നും സാന്ദ്ര തോമസ് മാധ്യമങ്ങളോട് പറഞ്ഞു. പോലീസ് കുറ്റപത്രത്തിലുള്ളവരാണ് ഈ അസോസിയേഷന്റെ ഇപ്പോഴത്തെ ഭാരവാഹികൾ. സ്ത്രീ നിർമ്മാതാക്കൾക്കെന്നല്ല, സ്ത്രീകൾക്ക് പൊതുവെ വരാൻ സുരക്ഷിതമായ ഇടമല്ല ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ പുരുഷന്മാരുടെ ഒരു കുത്തകയാക്കി വെച്ചിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി 10-15 പേരുടെ കുത്തകയാണ് അസോസിയേഷൻ. ഇവിടെ മാറ്റങ്ങൾ വരണം. ഏത് സ്ഥലത്താണെങ്കിലും കുറച്ചുപേരത് കൈയടക്കി വെച്ചു കഴിഞ്ഞാൽ അത് മുരടിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നും സാന്ദ്ര തോമസ് പറഞ്ഞു. ഇതിനാലാണ് സംഘടന എല്ലാ സംഘടനകളിൽ നിന്നും താഴെ നിൽക്കുന്നത്. ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇപ്പോൾ ഇരിക്കുന്ന ഭരണാധികാരികളാണ്. ഇവിടെ മാറ്റം സംഭവിച്ചെങ്കിൽ മാത്രമേ മുഴുവൻ സിനിമാ മേഖലയിലും മാറ്റമുണ്ടാകൂ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മാറ്റം വരുമ്പോൾ അത് പരോക്ഷമായി മുഴുവൻ ഇൻഡസ്ട്രിയെയും ബാധിക്കുമെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു. സംഘടനയ്ക്കെതിരെയുള്ള പ്രതിഷേധ സൂചകമായാണ് സാന്ദ്ര മത്സരിക്കുന്നതും പർദ്ദ ധരിച്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. നിർമ്മാതാക്കളുടെ സംഘടന ഭാരവാഹികൾക്കെതിരെ സാന്ദ്ര നേരത്തെ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് കാണിച്ച് പരാതി നൽകിയിരുന്നു. ആ കേസ് ഇപ്പോഴും തുടരുകയാണ്. ഇത് മുൻനിർത്തിയാണ് പ്രതിഷേധ സൂചകമായി പർദ്ദ ധരിച്ച് എത്തിയത്. നിലവിലെ ഭരണസമിതിയിൽപ്പെട്ട പ്രമുഖർക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്നാരോപിച്ചുള്ള നിയമ നടപടിക്ക് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന സാന്ദ്രയുടെ പ്രഖ്യാപനം. ലൈംഗിക അധിക്ഷേപത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇത്തരമൊരു വസ്ത്രധാരണത്തിന് പിന്നിലെന്നും സാന്ദ്ര പറഞ്ഞു. സംഘടനയ്ക്കുള്ളിൽ ഒരു കുത്തക ഉണ്ടെന്നും അതിനെതിരെയാണ് തന്റെ മത്സരമെന്നും സാന്ദ്ര പറയുന്നു. നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ അടക്കമുള്ളവർക്കെതിരെ സാന്ദ്ര ആരോപണം ഉന്നയിച്ചിരുന്നു. സംഘടന കൈയടക്കിയ കുത്തകകളുടെ മാറ്റത്തിനായാണ് തന്റെ മത്സരമെന്നും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും സാന്ദ്ര പറഞ്ഞു. സിനിമകളുടെ ലാഭനഷ്ട കണക്ക് പുറത്തുവിട്ട് സംഘടനാ നടപടി പരാജയമാണെന്നും താരങ്ങളുടെ മുന്നിൽ ഓശാനിച്ച് നിൽക്കുന്നവരല്ല സംഘടനയെ നയിക്കേണ്ടതെന്നും താൻ പ്രസിഡന്റായാൽ ഗുണപരമായ മാറ്റം കൊണ്ടുവരുമെന്നും സാന്ദ്ര പറഞ്ഞു. സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് സാന്ദ്ര നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു. തനിക്ക് സിനിമ നൽകരുതെന്ന ഈ മേഖലയിലെ മറ്റുള്ളവരോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. സംഘടനാ യോഗത്തിൽ വെച്ച് തന്നെ അപമാനിച്ചുവെന്നും സാന്ദ്ര തോമസ് മുൻപ് സംവിധായകനും ഫെഫ്ക ജനറൽ സെക്രട്ടറിയുമായ ബി ഉണ്ണികൃഷ്ണനും നിർമ്മാതാവ് ആൻജോ ജോസഫിനും എതിരായ പരാതിയിൽ പറഞ്ഞിരുന്നു. നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും സാന്ദ്ര തോമസിനെ പുറത്താക്കിയത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. അച്ചടക്കം ലംഘിച്ചുവെന്ന് കാണിച്ചായിരുന്നു നടപടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നടി സംഘടനയ്ക്കെതിരെ ഉന്നയിച്ച വിമർശനങ്ങളിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിശദീകരണം ചോദിച്ചിരുന്നു. ഈ വിശദീകരണം തൃപ്തികരമല്ല എന്ന് കണ്ടതിനെ തുടർന്ന് സംഘടന കാരണം കാണിക്കൽ നോട്ടീസും നൽകി. ഇതും തൃപ്തികരമല്ലെന്ന് കണ്ടെത്തിയാണ് അച്ചടക്ക ലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി പുറത്താക്കിയത്. ആഗസ്റ്റ് 14-നാണ് സംഘടനാ തെരഞ്ഞെടുപ്പ്. ആഗസ്റ്റ് 2 വരെ പത്രിക സമർപ്പിക്കാനാകും. എന്തായാലും സാന്ദ്ര തോമസിന്റെ പ്രതിഷേധം വലിയ ശ്രദ്ധയാണ് ഈ വിഷയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നിരവധി ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ താൻ വിജയിച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് തന്നെയാണ് സാന്ദ്ര തോമസ് പറയുന്നത്.